ലക്ഷ്മി, നീ ഇവിടെ നിൽക്കായിരുന്നോ? എന്തു പറ്റി? നല്ലൊരു ദിവസമായിട്ട് നിന്റെ മുഖത്തൊരു വിഷമം. ആ ഏട്ടാ, എന്താണെന്നറിയില്ല, മനസ്സിലൊരു ഭാരം പോലെ. മനസ്സിലായി ലക്ഷ്മി. മാരേജിന് ശേഷം സഞ്ജു ഒരിക്കലും പിന്നെ ലൈഫിലേക്ക് തിരിച്ചു വരില്ലെന്ന് കരുതിയാണോ നിന്റെ ഈ വിഷമം? ലക്ഷ്മി, അവൻ പോകുന്നതേ പ്രസാദിൻ്റെയും ദേവികയുടെ അടുത്തേക്കാണ്. അവനെ ചെറുപ്പം മുതൽ സ്വന്തം മകനെ കൊണ്ട് സ്നേഹിക്കുന്നവർക്കരികിലേക്കാണ്. അതും അവൻ്റെ സ്വന്തം വീട് തന്നെയാണ്. വെറുതെ ഓരോന്ന് ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഈശ്വര, എൻ്റെ വിഷമം ഞാൻ ആരോടെ പറയാം? സഞ്ജുവിൻ്റെ മാരേജിൽ സ്ത്രീയായിട്ടല്ല ദേവിയായിട്ട് നടക്കാൻ പോകുന്നത് നേട്ടനറിഞ്ഞ പിന്നെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ശ്രീ, സോ ഹാൻസം. അങ്ങനെ നിന്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ഒരവസാനം അല്ലടാ? ഗ്രേറ്റ്. എന്താടാ നിന്റെ ഒരു മുഖത്ത് സന്തോഷമില്ലാത്തത്? സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്? ഏട്ടാ, ആര് പറഞ്ഞു ഞാൻ ഹാപ്പി അല്ലെന്ന്? യു നോ, ഐ എം സോ ഹാപ്പി. സ്ത്രീ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിരിക്കും ഏട്ടാ. ഏട്ടൻ്റെ കോൺഫിഡൻസ് ആയിരുന്നില്ലേ ഞാൻ ഒരിക്കലും സഞ്ജുവിനെ സ്വന്തമാക്കില്ലെന്ന്? എന്നിട്ട് ഇപ്പം എന്തായി? സഞ്ജു എൻ്റേത് മാത്രമായ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ലെന്ന് ഇപ്പോഴും ഏട്ടന് ബോധ്യമായിട്ടില്ലേ? നിന്റെ ഓവർ കോൺഫിഡൻസ് അതൊരിക്കൽ നിന്നെ ചതിക്കും. അതിനുള്ള സമയമായി കഴിഞ്ഞു. നീ പറഞ്ഞില്ലേ സഞ്ജുവിനെ നിന്റെ മാത്രമാക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന്? എടാ, ആ മണിക്കൂറുകൾക്ക് എന്തും മാറ്റി മറിക്കാനുള്ള കഴിവുണ്ടടാ. കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും എല്ലാം നേരിടാനുള്ള ശേഷി ദൈവം നിനക്ക് തരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. സഞ്ജു, മമ്മിക്ക് ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കാൻ വയ്യടാ. എനിക്ക് പേടിയായിട്ട് വയ്യ. ദൈവമേ, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് എനിക്കൊരെത്തും പേടിയും കിട്ടുന്നില്ല. എടാ, നിനക്കെങ്ങനെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കാൻ പറ്റുന്നേ? ഓ സഞ്ജു, നിന്റെ പപ്പ ഇപ്പൊ എത്ര ഹാപ്പിയാണെന്നറിയോ? ഇത്രയും വർഷത്തിനിടയിൽ അദ്ദേഹം അങ്ങനെ ചിരിച്ച പോലും ഞാൻ കണ്ടിട്ടില്ല. ദൈവമേ, ആ ചിരിക്ക് അത്ര ആയുസില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്കറിയില്ല. മമ്മി, ശ്രീ ചതിച്ചത് എന്നെ മാത്രമല്ല, പപ്പേനെയും മമ്മീനെയും കൂടിയാ. അവൻ പറഞ്ഞ എല്ലാ നുണകളും വിശ്വസിച്ച് ജീവിക്കായിരുന്നില്ലേ നമ്മൾ? ഡേവിഡ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പപ്പ അറിഞ്ഞ എനിക്ക് വിശ്വാസമുണ്ട്. പപ്പ ഡേവിഡിനോട് ക്ഷമിക്കും, ശ്രീനെ വെറുക്കും. ഞാനും ഡേവിഡായിട്ടുള്ള മാരേജിന് പപ്പ സമ്മതിക്കും. പപ്പയ്ക്ക് മനസ്സിലാവും. ഐ ആം ഷുവർ. ഫസ്റ്റ് പപ്പ ഞങ്ങളുടെ മാരേജ് എതിർക്കുമായിരിക്കും, ബട്ട് അവസാനം പപ്പ സമ്മതിക്കും. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഡേവിഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഹലോ, എക്സ്ക്യൂസ് മീ. ജെയിംസ് ഏട്ടൻ എങ്ങനെ ഇവിടെ? ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. സോറി ജെയിംസ് ഏട്ടാ, ഞാൻ ഏട്ടനെ ഇൻവൈറ്റ് ചെയ്യാൻ വിട്ടുപോയി. അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ മനസ്സൊട്ടും ശരിയായിരുന്നില്ല. അല്ല, ഈ പ്ലേസൊക്കെ എങ്ങനെ ഏട്ടൻ കണ്ടുപിടിച്ചു? ഇന്നാണ് എൻ്റെ മാരേജ് എന്ന് എങ്ങനെ ഏട്ടനെ മനസ്സിലായി? ഓ എടാ സഞ്ജു, കൂൾ ഡൗൺ. സഞ്ജയ് ശങ്കർ IPS മാരേജ് എന്നാണെന്ന് അറിയാത്ത ഒരു കുട്ടി പോലും മുംബൈ സിറ്റിയിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ മാരേജിന് നീ എന്നെ ഇൻവൈറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ വരും. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. സോറി ആൻറ്റി. നൈസ് ടു മീറ്റ് യു. ആൻറ്റിക്ക് എന്നെ മനസ്സിലായോ? സോറി മോനെ,
ആൻറ്റിക്ക് മോനെ മനസ്സിലായില്ല. മമ്മി, ഇതാണ് ജെയിംസ് ഏട്ടൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, മുംബൈയിൽ ഞാൻ ഡെയിലി ഫുഡ് കഴിക്കാറ് ജെയിംസ് ഏട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഹോ, ഏട്ടൻ നന്നായി കുക്ക് ചെയ്യും. ഹിസ് എവറി ഡിഷ് റിമൈൻഡ് യു മമ്മി. ഓ, ഞാൻ ഓർക്കുന്നുണ്ട്. മോനെ കുറിച്ച് സഞ്ജു എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോനെ നേരിട്ട് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. മോൻ വന്നതിൽ ഒരുപാട് സന്തോഷം. മമ്മിനെ കണ്ടതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ശങ്കർ, നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് പേർ മാരേജിന് എത്തിയിട്ടുണ്ട്. അല്ല, ഈ മീഡിയാസൊക്കെ എന്താ ഇവിടെ? ഇവർക്ക് ഇങ്ങോട്ട് വരെ ആരെ പെർമിഷൻ കൊടുത്തേ? പ്രസാദ്, നീ മറന്നോ? നമ്മുടെ മക്കൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരാ. അവരവരുടെ ജോലിയിൽ കാണിക്കുന്ന ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ബ്രില്യൻസ്, എന്തുകൊണ്ടും സർവീസിൽ തിളങ്ങി നിൽക്കുന്ന അവരുടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ. അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഈ നിമിഷത്തിന് വേണ്ടി നമ്മളെപ്പോലെ തന്നെ അവരെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. സോ വി കാൺ അവോയ്ഡ് ദ പ്രസൻസ് ഓഫ് മീഡിയ. പിന്നെ പ്രസാദ്, എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയാം, നിനക്കറിയോ, എന്തുകൊണ്ടും സഞ്ജുവിന് ചേരുന്നൊരു പാർട്ട്ണർ തന്നെ ശ്രീ. സഞ്ജു തളർന്നു പോയ നിമിഷത്തിലെല്ലാം അവന് തണലായി നിന്ന ശ്രീ അവൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അതുമാത്രമല്ല, ന്യായത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കണം എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഡേവിഡ് എന്ന കരട് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പതിച്ചപ്പോഴും അവന് സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ശ്രീ, മൈ സൺ ഇൻ ലോ, ഐ എം സോ പ്രൗഡ്. അതെനിക്കറിയാം. ഡോണ്ട് വറി. ശ്രീ സഞ്ജുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സ്വന്തം ജീവനേക്കാൾ അവൻ സഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വാക്ക് തരാം. അല്ല, എന്നാ ഇനിയും വൈകിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. తొలి ప్రణయము నీవే, తెలి మనసున నీవే, ప్రేమ చల్లువే నీవే నీవే. నీవే ఎటు కదిలిన నీవే, నన్ను వదిలిన నీవే, ఏదో మాయవే. ప్రేమే మది వెతికిన నీడే, మనసడిగిన తోడే, నా జీవమే. నీవే నడిపిన విధి నీవే, నా ప్రాణమే. పాదం వెతికిన ప్రతి తీరం, తెలిపిన శశిదీపం నీ. ഡേവിഡ്,
ഡേവിഡ്, നീയോ? ഡേവിഡ്, ഈ മാരേജിന് നിന്നെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? ദേ നോക്ക്, ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണ് നീ ഇപ്പോ വന്നതെങ്കിൽ അത് വേണ്ട. എൻ്റെ മോനായിട്ട് നിനക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അത് അവനായിട്ട് തന്നെ അവസാനിപ്പിച്ചു. പിന്നെ വീണ്ടും എല്ലാം കുത്തിപ്പോക്കാനാണ് നിന്റെ ഈ വരവെങ്കിൽ വേണ്ട. എൻ്റെ മോൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ദിവസമാണെന്ന് നീ ആയിട്ടത് നശിപ്പിക്കരുത്. പോ, ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. അങ്ങനെ തിരിച്ചു പോവാനല്ല ഈ ഡേവിഡ് വന്നതെങ്കിലോ? ഹോണസ്റ്റ്ലി ഐ എം സോ പിറ്റി ഓൺ യു അങ്കിൾ. മകന് വേണ്ടി കണ്ടുപിടിച്ചവൻ എന്തായാലും കൊള്ളാം. ന്യായത്തിനു വേണ്ടി പോരാടുന്നവൻ ഇവൻ ആരാണെന്ന് ചോദിച്ചിട്ടാ? ഹീസ് എ ക്രിമിനൽ. ശരിയാണ്, ഒരു മാഫിയ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ ഞാൻ ജനിച്ചു, അതെൻ്റെ തെറ്റല്ല. ബട്ട് ആ തെറ്റും പറഞ്ഞാ നിങ്ങളുടെ മോനും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരിക്കൽ എതിർത്തത്. എന്നാൽ കണ്ടുപിടിച്ചതോ പോലീസിൻ്റെ യൂണിഫോം ഇട്ട് എല്ലാ തരത്തിലുള്ള ഇല്ലീഗൽ ബിസിനസ്സിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ഇവനെ പോലെ ഒരുത്തനെ. ഇവന് വേണ്ടി അങ്കിൾ ഇനി എന്നോട് തർക്കിക്കണ്ട. ഞാൻ പറയുന്നത് അങ്കിൾ ഉൾപ്പെടെ സഞ്ജു വരെ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. വേണ്ട, ഞാൻ പറയുന്നത് നിങ്ങളാരും വിശ്വസിക്കണ്ട. എന്നെ ആരും വിശ്വസിക്കും വേണ്ട, ആരും എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നുമില്ല. ബട്ട് ഇവനെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് ഈ ഡേവിഡ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവനെ തീർക്കാൻ വേണ്ടിയിട്ടാ. ഇവനെ തീർത്തിട്ടേ ഞാൻ പോവും. അത് ജയിലിലേക്കാണെങ്കിൽ അങ്ങനെ. ഇവനെ ഞാൻ കൊന്നിരിക്കും. നിങ്ങൾ പോലീസിനെയോ ആരെ വേണേലും വിളിച്ചോ, ഈ ഡേവിഡിനെ ഒരു ചുക്കുമില്ല. നാക്കിനെല്ലില്ലെന്ന് കരുതിയേ തോന്നിയത് വിളിച്ചു പറയരുത്. എൻ്റെ മോനെ മാന്യമായി ജീവിക്കുന്നവനാ. അവനങ്ങനെ ഒരു ഇല്ലീഗൽ ബിസിനസ്സിൽ ഇൻവോൾവഡ് ആയിട്ടില്ല. അത് നീയും നിന്റെ തന്തേ. ഇറങ്ങിപ്പോടാ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടത് ഞാനല്ല അങ്കിൾ. ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി ഇവനാ. അങ്കിൾ, എൻ്റെ പപ്പ ഇവനും ചേർന്ന് പ്ലാൻ ചെയ്തതെല്ലാം. അങ്കിളിനെ ആൻറ്റീനെ കൊല്ലാൻ നോക്കിയത് ഇവനാ. ആ ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തത് ഇവനാ. അങ്കിൾ വിചാരിക്കുന്ന പോലെ ഒന്നും എൻ്റെ പ്ലാനായിരുന്നില്ല. എല്ലാം ഇവൻ്റെ ബുദ്ധിയായിരുന്നു. എന്നെ സഞ്ജുവിനെ പിരിക്കാൻ വേണ്ടി ഇവൻ കളിച്ചതാ ഈ ഗെയിം. ചതിക്കാണ് ഇവൻ, എല്ലാവരെയും ചതിക്കുകയാണ്. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനിവൻ. ഇവൻ്റെ കയ്യിലാണോ സഞ്ജുവിൻ അങ്കിൾ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ പോകുന്നത്? സ്റ്റോപ്പ് ഇറ്റ് ഡേവിഡ്. നിൻ്റെ നെക്സ്റ്റ് പ്ലാനാണ് എടുത്തത്. അങ്ങനെ നിനക്ക് തോന്നുന്നതെല്ലാം വിളിച്ചു പറയാനുള്ള വേദിയല്ല ഇത്. നിനക്ക് സഞ്ജുവിനെ കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാണോ? ഡാ, നീ വിചാരിക്കുന്ന പോലെ എനിക്കങ്ങനെ ആരെയും ചതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിന്നേക്കാൾ മുന്നേ സഞ്ജുവിനെ അറിയുന്നവനാണ് ഞാൻ. എനിക്കങ്ങനെ അവനോട് എന്തെങ്കിലും ഇഷ്ടമോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് അവനോട് മുന്നേ പറഞ്ഞേനെ. അങ്ങനെ നിന്നിൽ നിന്ന് അവനെ തട്ടിപ്പറിക്കേണ്ട ആവശ്യമൊന്നും ഈ ശ്രീഹരിക്കില്ലടാ. പിന്നെ സഞ്ജുവിൻ്റെ വിശ്വാസം തകർത്തത് അത് നീ തന്നെയാണ്. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് നീ തന്നെ അവനെ കാണിച്ചു കൊടുത്തേ. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവനല്ല ഞാൻ. അത് നീയും നിൻ്റെ പപ്പയാ, നിങ്ങളുടെ സംസ്കാരം. മനസ്സിലായോ? മുംബൈ സിറ്റിയിലെ മാഫിയ ലീഡർ ഡേവിഡ് പോൾ ജോൺസൺ.
സ്റ്റോപ്പ് ഇറ്റ്. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? റാം, നീ കറക്റ്റ് ടൈമിലെത്തിയത്. അറസ്റ്റ് ചെയ്യും. ഒരു കാരണമില്ലാതെയാ അവൻ ശ്രീനെ അറ്റാക്ക് ചെയ്യുന്നേ. സഞ്ജുവിൻ്റെ ശ്രീയുടെ മാരേജ് മുടക്കം മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഇവനായി ക്രിയേറ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്യും റാം. എൻ്റെ മകൻ്റെ മാരേജ് കഴിയാതെ ഇവൻ ഇനി പുറം ലോകം കാണാൻ പാടില്ല. ശങ്കർ സാർ, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഫുൾ ഫോഴ്സിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അയാളെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ്. ബട്ട് അത് ഡേവിഡിനല്ല. സോറി ടു ഇൻഫോം യു, യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ ശ്രീഹരി പ്രസാദ്. വാട്ട്? എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യാനോ? അതിന് അവൻ ചെയ്ത തെറ്റെന്താണ്? ഓഫീസർ, ഐ നീഡ് എക്സ്പ്ലനേഷൻ. സർ, വാട്ട് ആർ യു സേയിങ്? ഐ എം ഇന്നസെൻറ്റ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ദേ ഇവൻ്റെ ക്രിയേഷനാണ്. പപ്പ, ബിലീവ് മീ, നിങ്ങളെല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവൻ ശ്രമിക്കുന്നേ. സഞ്ജു, ഡോണ്ട് ബിലീവ് ഹിം. സ്റ്റോപ്പ് ഇറ്റ് ശ്രീഹരി. ഇനിയും നുണകൾ പറഞ്ഞ് നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിനക്കെതിരെയുള്ള എല്ലാ എവിഡൻസും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിനക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. പോലീസിലെ യൂണിഫോം ഇട്ട് ഞാൻ അന്യായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിന്റെ മുഖംമൂടി വലിച്ചു കയറാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. DD കേസിൻ്റെ ലീഡ് ഓഫീസർ മിസ്റ്റർ മാധവിൻ്റെ മരണത്തിന് കാരണം നീയാണെന്നതിനുള്ള സ്ട്രോങ് എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തത് നീ. എതിർക്കാൻ നോക്കണ്ട. എവിഡൻസ് എല്ലാം എൻ്റെ പക്കലുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് കേസുകളിൽ കുറ്റവാളികളിൽ നിന്നും കൈക്കൂലി വാങ്ങി നീ അവർക്കെതിരെയുള്ള എവിഡൻസ് പോയിന്റ്സ് മനഃപൂർവ്വം നശിപ്പിച്ചു. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള തെറ്റുകൾ നീ ചെയ്തു കഴിഞ്ഞു. എഡ്വിൻ, അറസ്റ്റ് ഹിം. ശ്രീ, എതിർക്കണ്ട. എല്ലാം സമ്മതിച്ചോ? അതാ നിനക്ക് നല്ലത്. ശങ്കർ, നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. ഐ ആം റിയലി സോറി. നിനക്കൊരിക്കലും തെറ്റുപറ്റില്ല എന്ന് നീ വിശ്വസിച്ചു. ബട്ട് നിന്റെ മുന്നിൽ നിൽക്കുന്ന ക്രിമിനലിനെ തിരിച്ചറിയാൻ നീ വൈകിപ്പോയി. ദൈവത്തിനോട് നന്ദി പറ. ഈ മാരേജിന് മുമ്പ് തന്നെ എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? നിന്റെ മകൻ്റെ ജീവിതം സേഫായില്ലേ? ശങ്കർ, ലിസൺ ടു മീ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ അവർക്കുള്ള റെസ്പെക്റ്റ്, അതൊന്നും അല്ലടാ. സമാധാനം, സന്തോഷം, അതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നിന്റെ മകൻ്റെ ജീവിതത്തിൽ നീ എടുക്കുന്ന ഓരോ തീരുമാനം, ആ തീരുമാനത്തിൽ അവൻ ഹാപ്പിയാണെന്ന് ഫസ്റ്റ് നോക്കണം. അതായിരിക്കണം നിന്റെ പ്രയോറിറ്റി. നിന്റെ ഹാപ്പിനെസ് അല്ല, നിന്റെ മകൻ്റെ ഹാപ്പിനെസ്സാ വലുത്. ഓ മൈ ഗോഡ് ഓഫീസർ, ഇവനെ പോലെ ഒരുത്തന്നെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവനർഹിക്കുന്നതേ മരണം. അതിൽ കുറഞ്ഞ ശിക്ഷയൊന്നും ഇവന് കിട്ടാനില്ല. ഐ വോണ്ട് ടു കിൽ ഹിം. ഡേവിഡ്, നോ. അങ്ങനെ ഇവനെ പോലെ ഒരുത്തനെ കൊന്നിട്ട് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടവനല്ല നീ. ഐ വോണ്ട് യു. നോ വേ. ഞാൻ ഇവനെ കൊല്ലും. നീ മരിക്കാൻ തയ്യാറായിക്കോടാ. അയ്യോ മോനെ, പ്ലീസ് വേണ്ട. സഞ്ജു മോൻ പറയുന്നത് കേൾക്ക്. ഒരമ്മയുടെ വേദന മോൻ മനസ്സിലാക്കണം. അവനൊന്നും ചെയ്യരുത്. അവൻ ചെയ്ത തെറ്റിനെല്ലാം അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ ദൈവം കൊടുത്തിരിക്കും. പ്ലീസ്, ഒരമ്മയുടെ റിക്വസ്റ്റായി കണ്ടാൽ മതി. ഷിറ്റ്. സർ പ്ലീസ്, ഇവൻ്റെ ഫേസ് കാണുന്ന ഓരോ നിമിഷം എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നേ. പ്ലീസ് ലീവ്. സഞ്ജു, ഐ ലവ് യു. വാട്ട്? ലവോ? നീ എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നോടിങ്ങനെ ചെയ്യില്ലായിരുന്നു. ശ്രീ, എനിക്കൊന്നും നിന്നോട് പറയാനില്ല. ഗെറ്റ് ലോസ്റ്റ്. നിൻ്റെ മുഖം കാണാൻ ഇനി എനിക്കൊരവസരം ഉണ്ടാവരുത്.
റിയലി സോറി ശങ്കർ. എൻ്റെ മകൻ ചെയ്ത തെറ്റിന് എത്ര മാപ്പ് പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. ഇനി എനിക്ക് അവനെപ്പോലൊരു മകനില്ലടാ. ഇനി എനിക്കൊരു മകനേ ഉള്ളൂ. കാർത്തിക്, കമോൺ, നമുക്ക് പോവാം. ഡേവിഡ്, ഐ ആം റിയലി സോറി. നിന്നെ ഞാൻ വിശ്വസിച്ചില്ല. എന്നോട് നീ ക്ഷമിക്കണം. ഒരിക്കലും, ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കില്ലടാ. ഐ പ്രോമീസ്. സോറി. സഞ്ജു, വേണ്ട, നീ എന്നോട് സോറി ഒന്നും പറയണ്ട. ഇത് നമ്മുടെ വിധിയായിരുന്നു. ഞാൻ ഒരിക്കലും നിന്നെ വെറുത്തിട്ടില്ലടാ. നിന്നോടുള്ള പ്രണയം കൂടിയിട്ടുള്ളൂ. ഐ ലവ് യു. പിന്നെ അങ്കിൾ, ബിലീവ് മീ, ഞാൻ കാരണം ഒരിക്കലും സഞ്ജുവിനെ വിഷമിക്കേണ്ട ഒരു അവസരം ഇനി ഉണ്ടാവില്ല. വീണ്ടും അങ്കിളിനെതിർത്ത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹോണസ്റ്റ്ലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡേവിഡ്, വാട്ട് ആർ യു സേയിങ്? സഞ്ജു, അങ്കിളിൻ്റെ സമ്മതത്തോടെ നിന്നെ എൻ്റെ കൂടെ നിർത്താനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്കിൾ പറഞ്ഞ ഞാൻ എന്നേക്കുമായി എൻ്റെ മാഫിയ ബിസിനസ് ഉപേക്ഷിക്കാൻ തയ്യാറാ. സഞ്ജുവിനെ നേടാൻ എന്തും വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ റെഡിയാണ്. പിന്നെ എൻ്റെ DNA, ഒരു മാഫിയ ബോസിൻ്റെ മകനായി ജനിച്ചു പോയി. അതെനിക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. എൻ്റെ ജനനം ഞാനല്ലല്ലോ തീരുമാനിക്കുന്ന അങ്കിൾ. റാം പറഞ്ഞതുപോലെ എൻ്റെ മകൻ്റെ ഇഷ്ടം ഇതുവരെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടം എന്താണോ അത് അവനിൽ അടിച്ചേൽപ്പിക്കാനാ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ സണ്ണിലോ ഒരു മാഫിയ ലീഡറാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് എനിക്കിപ്പോൾ ഏറ്റവും വലുത് എൻ്റെ മകൻ്റെ സന്തോഷമാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. പപ്പ, സഞ്ജു, നാളെ ഇതേ ഓഡിറ്റോറിയത്തിൽ ഈ ടൈമിൽ തന്നെ നിങ്ങളുടെ മാരേജ് നടക്കും. പിന്നെ നിന്റെ മാഫിയ പപ്പയുടെ പ്രസൻസ് ഉണ്ടല്ലോ, അതിവിടെ ഉണ്ടാവരുത്. എനിക്ക് അയാളെ കാണുന്നത് വെറുപ്പാ. എൻ്റെ മകനെ നിന്റെ കൂടെ കൂട്ടണമെങ്കിൽ നിന്റെ മാഫിയ പപ്പയായിട്ടുള്ള ബിസിനസ്, അയാളായിട്ടുള്ള ബന്ധം എന്നേക്കുമായി നീ വേണ്ടെന്ന് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മാരേജിന് എനിക്ക് സമ്മതമാണ്. ആക്ച്വലി അങ്കിൾ, എനിക്കിനി എൻ്റെ പപ്പേനെ കാണാൻ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പെർമിഷൻ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പപ്പയുടെ പ്രസൻസ് നാളെ എന്നല്ല ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഡേവിഡ്, നീ എന്തീ പറയുന്നേ? ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോ? മനസ്സിലായില്ല. സഞ്ജു, നീ അന്വേഷിക്കുന്ന DD കേസില്ലേ? മുംബൈ സിറ്റിയിലെ സൈക്കോ സീരിയൽ കില്ലർ. അത് വേറെ ആരുമില്ലടാ, അതെൻ്റെ പപ്പ തന്നെയാ. വാട്ട്? യെസ്, ഡാനിയൽ പോൾ ജോൺസൺ. എല്ലാ എവിഡൻസും നിൻ്റെ ഒഫീഷ്യൽ മെയിൽ ID-യിൽ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. റാം സാറിൻ്റെ കയ്യിൽ എവിഡൻസിൻ്റെ ഒക്കെ ഹാർഡ് കോപ്പീസ് എത്തിക്കഴിഞ്ഞു. പപ്പേനവർ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്കിൾ, ന്യായത്തിനു വേണ്ടി പോരാടുന്നവനാണ് അങ്കിളിൻ്റെ സണ്ണിലോ എന്ന് അങ്കിളിന് ഇനി ധൈര്യമായിട്ട് തന്നെ പറയാം. പിന്നെ അങ്കിൾ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എല്ലാ തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഏട്ടനോട് ചോദിച്ചിട്ടാ. നാളെ ഞങ്ങളുടെ മാരേജ് എൻ്റെ ഏട്ടൻ്റെ പ്രസൻസിൽ തന്നെ നടക്കണം. എനിക്കത് മാത്രം മതി. ഡേവിഡ്, അതിന് ഏട്ടൻ അബ്രോഡല്ലേ? സഞ്ജു, ആര് പറഞ്ഞു എൻ്റെ ഏട്ടൻ അബ്രോഡിലാണെന്ന്? ഏട്ടൻ എവിടെയുണ്ട്? ഇവിടെ. ദാ, അതാ എൻ്റെ ഏട്ടൻ, ഡെയ്സൺ ഡാനിയൽ ജോൺസൺ. വാട്ട്? ജെയിംസ് ഏട്ടനോ?
സോറി സഞ്ജു, നിന്റെ ജെയിംസ് ഏട്ടൻ തന്നെയാ ഡേവിഡ് ഏട്ടൻ. പിന്നെ നമ്മൾ ജീവിതത്തിലൊരു വേഷം കിട്ടേണ്ടി വന്നു, മനഃപൂർവ്വമല്ല. സോറി. எங்கோ செல்லுதே பொல்லாத என் இதயம் ஏதோ சொல்லுதே. நானே வருகிறேன் கேளாமல் தருகிறேன். நானே வருகிறேன் கேளாமல் தருகிறேன். கண் தீண்டி உரைகிறேன், கை தீண்டி கருகிறேன். நானே வருகிறேன் கேளாமல் தருகிறேன். கண் தீண்டி உரைகிறேன், கை தீண்டி கருகிறேன். நினைவுகளை மறக்கிறேன், நிகழ்கணமும் மறக்கிறேன். இடும் பொருளை மறக்கிறேன், எது எனது மறக்கிறேன். நானே வருகிறேன் கேளாமல் தருகிறேன். கண் தீண்டி உரைகிறேன், கை தீண்டி கருகிறேன். சின்னஞ்சிறு சின்னஞ்சிறு ரகசியமே, சின்னஞ்சிறு சின்னஞ்சிறு ரகசியமே, சின்னஞ்சிறு சின்னஞ்சிறு அதிசயமே. சின்னஞ்சிறு விரல் கொடு, சின்னஞ்சிறு சின்னஞ்சிறு இடம் கொடு, சின்னஞ்சிறு ஆசைக்கு போய் சொல்ல தெரியாது. நானே வருகிறேன் கேளாமல் தருகிறேன். கண் தீண்டி உரைகிறேன், கை தீண்டி கருகிறேன். ഹലോ എഡ്വിൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്. വാട്ട് ആർ യു സേയിങ്? സഞ്ജു, വാട്ട് ഹാപ്പൻ? എഡ്വിൻ എന്താ പറഞ്ഞേ? ഡേവിഡ്, ശ്രീ സൂസൈഡ് ചെയ്തു. സഞ്ജു, ഞാൻ തെറ്റായിരുന്നു. ബട്ട് എനിക്ക് നിന്നോടുള്ള പ്രണയം സത്യമായിരുന്നടാ. എൻ്റെ ആത്മാവിന് ഒരിക്കൽ ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്. എനിക്ക് നിന്നെ നഷ്ടപ്പെട്ട പിന്നെ ഈ സ്ത്രീ ഒരിക്കലും ജീവിച്ചിരിക്കില്ലെന്ന്. ബട്ട് യു നോ, ശ്രീഹരി തോറ്റു പിന്മാറാൻ തയ്യാറല്ലടാ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നിനക്കും മാത്രമായി ജനിക്കും. ഡേവിഡിൽ നിന്നല്ല ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല.
നമ്മുടെ ഒരു പിടി ഓർമ്മകൾ കൊണ്ട് ഞാൻ പോവാടാ. ബൈ. എരിഞ്ഞു തീരാത്ത തീ പോലെ നിന്നോടുള്ള പ്രണയം എന്നും ഈ സ്ത്രീയുടെ മനസ്സിലുണ്ടാവും. ഐ ലവ് യു സഞ്ജു, ഐ ലവ് യു.